ഹായ്, ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചോക്കോ ചിപ്പ് കേക്കാണ്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കേക്കാണ്. ഇപ്പോൾ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തത്. അതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി വേണ്ടത് മുട്ടയാണ്. 2 മുട്ട ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. മുട്ട ആയതുകൊണ്ട് തന്നെ അത് ക്രീമി ആകുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കേക്ക് ആയി വരുമ്പോൾ കേക്കിനൊരു മുട്ടയുടെ റോ സ്മെല്ലുണ്ടാവും. ഇനി വേണ്ടത് മൈദയാണ്. 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ തന്നെ നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മൈദ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡായി കിട്ടിയാൽ മതിയാവും. കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചോക്ലേറ്റ് ചിപ്സാണ്. 100 ഗ്രാം ചോക്ലേറ്റ് ചിപ്സാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ലോഫ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ഏത് പാൻ വേണമെങ്കിലും എടുക്കാം. നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. തിക്ക് ബാറ്ററാണ്. ഒരു സ്പാറ്റില വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനിയൊന്ന് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ 180 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തത്. 25 മിനിറ്റോളം വെച്ചു. ഓരോ ഓവനും ടൈമിങ്ങും ടെമ്പറേച്ചറും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക. അടിപൊളി കേക്കാണ്. വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.